തൃശൂർ എരുമപ്പെട്ടിയിൽ CPIM കോൺഗ്രസ് സംഘർഷം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനിടെയാണ് ഈ സംഘർഷം. 2 പേർക്ക് പരിക്കേറ്റു. CPIM ബ്രാഞ്ച് സെക്രട്ടറി KK യോഗേഷ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി എന്നിവർക്കാണ് പരിക്കേറ്റത്. വിവരങ്ങളുമായി റാഫി കരീം ചേരുന്നു. റാഫി, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? തൃശ്ശൂർ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡിലാണ് ഈ സംഘർഷം ഉണ്ടായത്. ഇത് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ സംഘർഷത്തിൻ്റെത് എന്നുള്ളത് ഇവർ തമ്മിലുള്ള ഒരു ബൂത്ത് കിട്ടുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായതാണ് എന്നുള്ളതാണ്. അതിൽ 2 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഒന്ന് CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയായ KK യോഗേഷ്, ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി. ഇവർക്ക് 2 പേർക്കുമാണ് പരിക്കേറ്റത്. ഇതിലെ ഒരു കാരണം എന്ന് പറയുന്നത് രാവിലെ ഈ ബൂത്തിന് സമീപം ഈ ബൂത്തിന് സമീപത്തായി 2 പേരുടെയും ഈ ബൂത്ത് ഏജന്റുമാരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയുള്ള സൗകര്യമൊരുക്കുന്നതിന് വേണ്ടിയായി ഒരു ഷെഡ് കെട്ടുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ഈ CPMന്റെ ഷെഡിനോട് ചേർത്തായിരുന്നു കോൺഗ്രസ് അതിനു വേണ്ടിയുള്ള ഒരു ടേബിൾ എടുത്തിട്ടത്. ആ ടേബിൾ എടുത്തിട്ടതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ സംഘർഷം ഉണ്ടാകുന്നത്. ഈ സംഘർഷത്തിൽ ഇരുവരും 2 പാർട്ടിയായി ചേരിതിരിഞ്ഞുകൊണ്ട് ഈ ബൂത്തിന് മുന്നിൽ വെച്ച് ഏറ്റുമുട്ടുകയായിരുന്നു. പിന്നീട് ഈ പോലീസ് എത്തിയാണ് ഇരു കൂട്ടരെയും ഈ പ്രശ്നം പരിഹരിച്ച് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത്. പിന്നീട് പരാതി നൽകുന്നതിനിടെ സ്റ്റേഷനിൽ വെച്ചും സംഘർഷം ഉണ്ടാകുന്നു. വലിയ ഉന്തും തള്ളും ഉണ്ടാകുന്നു. പിന്നീട് പോലീസ് ഇരു കൂട്ടരെയും അനുനയിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പേർക്കെതിരെയും പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ 2 കൂട്ടരെയും സാരമായി പരിക്കേറ്റിട്ടുമുണ്ട്. ഈ യോഗേഷിനും അജുവിനുമാണ് പരിക്കേറ്റിരിക്കുന്നത്. 2 പേരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ തൃശ്ശൂരിൽ ഇത് ഒഴിച്ചു നിർത്തിയാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഒപ്പം തന്നെ പ്രമുഖരെല്ലാം തന്നെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സത്യനന്ദിക്കാട് അടക്കമുള്ള അല്പസമയം മുൻപാണ് ഞാൻ നിൽക്കുന്ന ഇരിങ്ങാലക്കുട ബൂത്തിലേക്ക് ഇടവേള ബാബു വോട്ട് ചെയ്യാനായി എത്തിയത്. ഇനി ഇവിടെ വോട്ട് ചെയ്യേണ്ട ഒരു പ്രമുഖൻ ടൊവിനോ തോമസ് ആണ്. അല്പസമയത്തിനകം ടൊവിനോ തോമസും ഇവിടെ എത്തി വോട്ട് ചെയ്യും എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ മന്ത്രിമാരായ R ബിന്ദു, ഒപ്പം K രാജൻ തുടങ്ങിയവർ തന്നെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. പോളിറ്റ് ബ്യൂറോ അംഗമായ A വിജയരാഘവനും ഒപ്പം തന്നെ CPI നേതാവ് സുനിൽ കുമാറും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നല്ല പോളിംഗ് രാവിലെ മുതൽ തൃശ്ശൂരിൽ അനുഭവപ്പെടുന്നുണ്ട്. നഗര മേഖലകളിലെല്ലാം തന്നെ ശക്തമായ പോളിംഗ് അനുഭവപ്പെടുന്നുണ്ട്. നിലവിൽ 12 മണിയോടെ കണക്കനുസരിച്ച് ഏകദേശം 35% പോളിംഗ് ഈ തൃശ്ശൂരിൽ ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിൽ വടക്കൻ കേരളം വിധി എഴുതുകയാണ്. ഇതുവരെ 40% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. സമാധാനപരമായാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. ചില അനിഷ്ട സംഭവങ്ങൾ ചില സ്ഥലങ്ങളിൽ ഉണ്ടായതൊഴിച്ചാൽ പൊതുവെ തെരഞ്ഞെടുപ്പ് സമാധാനപരമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ AN ഷംസീർ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.